അടിച്ച് ചവിട്ടി കൂട്ടി അവളെ എഴിക്കാൻ വയ്യാത്ത രീതിയിൽ, ഇന്ന് എന്റെ കൊച്ചു എഴുത്ത് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ ഞങ്ങളെ നേരെ ഭീഷണിയാണ്, ഞങ്ങളെ കൊല്ലുമെന്നും ഞങ്ങളെ വേണമെന്നും പറഞ്ഞ് ഭീഷണിയാണ്. അയൽവാസിയുടെയും കൂട്ടാളികളുടെയും ക്രൂരമായ മർദ്ദനത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ഒരു കുടുംബത്തിലെ നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം മാവിൻമൂട് ആയിതി വിഹാറിൽ ബിന്ദു സുരേന്ദ്രനും സഹോദരി ലില്ലി, മകൾ ലിജി, ബന്ധുവായ ഷാരി, മനോജ്, അഭിജിത്ത് എന്നിവർക്കാണ് ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റത്. ജൂൺ 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഇവർ പറയുന്നു. വർക്കല കല്ലമ്പലം പോലീസ് സ്റ്റേഷനുകളിൽ അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുധി എന്ന യുവാവാണ് ഈ ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെന്നാണ് അക്രമത്തിന് ഇരയായവർ പറയുന്നത്. ബിന്ദു സുരേന്ദ്രനെ അയൽവാസിയായ സുധിയും അയാളുടെ 2ാം ഭാര്യയും ചേർന്ന് ആക്രമിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. ബിന്ദുവിന്റെ നട്ടലിനുൾപ്പെടെ പരിക്കേറ്റതായും ഇവർ പറയുന്നുണ്ട്. നിലവിളി കേട്ട് രക്ഷിക്കാനായി അടുത്ത വീട്ടിൽ നിന്നും ഓടിയെത്തിയ സഹോദരി ലില്ലി, മകൾ ലിജി എന്നിവരെയും സുധി ക്രൂരമായി മർദ്ദിച്ചതായി ഇവർ പറയുന്നു. സുധിയുടെ മർദ്ദനത്തിൽ ലില്ലിയുടെ പല്ലു തകർന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. ലിജിയുടെ കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റതായും ദേഹമാസകലം മർദ്ദനമേറ്റ പാടുള്ളതായും ഇവർ പറയുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഈ സുധി എന്ന് പറയുന്ന ആളെ കൊണ്ട് വീട്ടിൽ താമസിക്കണം. എന്റെ അച്ഛന് കണ്ണിന് കാഴ്ച ഇല്ലാത്തതാണ്. എന്നിട്ട് ഈ സുധി എന്ന് പറയുന്ന ആളെ കൊണ്ട് വീട്ടിൽ താമസിച്ച് ഇങ്ങേർക്ക് ഞങ്ങളെ നേരെ ഭീഷണിയാണ്, ഞങ്ങളെ കൊല്ലുമെന്നും ഞങ്ങളെ വേണമെന്നും പറഞ്ഞ് ഭീഷണിയാണ്. അതിന്റെ പേര് കേസ് കൊടുക്കാൻ പോയതിനാണ് ഇവരെല്ലാവരും അടിച്ചത്. ഇവരെല്ലാം ഞങ്ങൾക്ക് കൂട്ടിനായിട്ട് വന്നതിനാണ് ഇവരെല്ലാം അടിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പൊ അങ്ങേരെ. രക്ഷിക്കാൻ ഓടിയെത്തിയ ബന്ധുവായ ഷാരി എന്ന പെൺകുട്ടിക്കും ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു. ഷാരിയുടെ കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത്. ഈ സമയം പുറത്തുപോയി തിരികെ എത്തിയ ബിന്ദുവിന്റെ മക്കളായ മനോജും അഭിജിത്തും അക്രമം തടയാൻ ശ്രമിച്ചെങ്കിലും സുധിയും ഭാര്യയും അനുകൂലിച്ചെത്തിയ ചില നാട്ടുകാരും ചേർന്ന് ഇവരെയും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതായും പരാതിയുണ്ട്. പരിക്കേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലുമാണ് ചികിത്സ തേടിയത്. ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റേത് എന്നും ആരോപണം നിലനിൽക്കുന്നുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ഇത്രയും ഗുരുതരമായ ആക്രമണം നടത്തിയിട്ടും കല്ലമ്പലം പോലീസ് പ്രതിക്ക് അനുകൂലമായ മൃദു സമീപനമാണ് സ്വീകരിച്ചതെന്നും കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ എന്റെ കുട്ടിയെ അടിച്ച് 2-3 മനോജ്, സുധി, കുട്ടപ്പനെന്ന് വിളിക്കുന്ന വേണു, സന്ധ്യ, ചിഞ്ചു, ഈ ഇത്രയും പേര് കൂടി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സഹോദരൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് അടിച്ച് ചവിട്ടി കൂട്ടി അവളെ എഴിക്കാൻ വയ്യാത്ത രീതിയിൽ, ഇന്ന് എൻ്റെ കൊച്ചു എഴിച്ച് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ ഇന്ന് അനലാക്കിയൊക്കെയാണ്. കൊല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ പരാതി കൊടുത്താൽ അവർ നമ്മൾക്ക് നിൽക്കുന്നില്ല. അത് അവരെ കൂടെ നിന്ന് അവർക്ക് ആനുകൂലമായിട്ട് നിന്ന് സാമൂഹ്യ ദ്രോഹികളുടെ കൂടെ നിന്നാണ് അവരിന്ന് അവിടെ നിൽക്കുന്നത്. ആക്രമണത്തിന് ഇരയായവർ നൽകിയ ഗുരുതരമായ പരാതിയിൽ പോലീസ് ഇതുവരെ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. എന്നാൽ ഇതേ സമയം അക്രമി പട്ടികയിലുള്ള സുധി നൽകിയ വ്യാജ പരാതിയിൽ മർദ്ദനമേറ്റ മനോജ്, അഭിജിത്ത് എന്നീ യുവാക്കൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതായി കുടുംബം പറയുന്നത്. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിക്കെതിരെ ഉന്നത പോലീസ് അധികാരികൾക്ക് കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. നീതി ലഭ്യമാക്കാൻ വരും ദിവസങ്ങളിൽ പട്ടികജാതി വികസന കമ്മീഷൻ, പട്ടികജാതി വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് നേരിട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.